തയ്യാറെടുക്കുന്നു UDF കേന്ദ്രങ്ങളും. UDFിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അവസരമാണ്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ തിരിച്ചു വരാനുള്ള ഒരു വലിയ സാധ്യതയാണ് മുന്നിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങളുണ്ടായി. UDF സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്നു, ശബരിമലയൊക്കെ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര വലിയ വിജയം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അവർ കരുതിയില്ല. അങ്ങനെ വലിയൊരു മുന്നേറ്റം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് UDFിൻ്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് അവർക്ക് തിരിച്ചെത്താനായി എന്നതാണ് UDFിൻ്റെ വിജയം. ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെയോ കോർപ്പറേഷനിലെയോ വിജയമല്ല, മറിച്ച് പരമ്പരാഗത വോട്ടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു. അതല്ലെങ്കിൽ ആ വോട്ടർമാർ തങ്ങളിലേക്ക് തിരികെ എത്തി എന്നതാണ് UDFിൻ്റെ പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിലെ ആ വലിയൊരു മുന്നേറ്റം സാധ്യതയാണ്. മലബാർ മേഖലയിലെ ന്യൂനപക്ഷ ഏകീകരണമൊക്കെ UDFിനൊപ്പമാണ്. അപ്പോൾ തന്ത്രങ്ങളെല്ലാം പിഴച്ച ഇടതുമുന്നണി ഒരു വശത്ത്, അതേസമയം തങ്ങളുടെ തന്ത്രങ്ങൾ, അതായത് ഇടതുപക്ഷത്ത് വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടു എന്നതിനപ്പുറം തങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി വിജയിക്കപ്പെട്ടു, അത് ജനങ്ങൾ വിലയിരുത്തപ്പെട്ടു എന്ന പ്രതീക്ഷയാണ് UDFിന് നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് UDF തയ്യാറെടുക്കുന്നതെന്ന് നോക്കാം. ഇത്തവണ നേരത്തെ ഒരുങ്ങാനാണ് UDFിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. അതിനായി അവർ നേരത്തെ തന്നെ രാഷ്ട്രീയ നയപരിപാടികൾ പ്രഖ്യാപിക്കും. നോക്കുക, ഇത്തവണ നേരത്തെ ഒരുങ്ങുമ്പോൾ UDF അവരുടെ രാഷ്ട്രീയ നയവും തെരഞ്ഞെടുപ്പ് തന്ത്രവും നേരത്തെ തന്നെ തയ്യാറാക്കി മുന്നോട്ട് പോകും. എങ്ങനെയാണ് ഈ തന്ത്രങ്ങൾ തയ്യാറാക്കുക നോക്കാം. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും അവകാശപ്പെടുന്നതാണ്, ഞങ്ങളാണ് ഇത്തവണത്തെ അജണ്ട മുന്നോട്ട് വെച്ചത്, ആ അജണ്ടയ്ക്കൊപ്പമാണ് സർക്കാരിനും പൊതുരാഷ്ട്രീയത്തിനും മാധ്യമങ്ങൾക്കും നിൽക്കേണ്ടി വന്നത് എന്നത്. അത്തരമൊരു അജണ്ട മുന്നോട്ട് വയ്ക്കാൻ ഒരു പ്രത്യേക നീക്കം UDF ആലോചിക്കും. അവർക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഒന്ന്, സർക്കാർ വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്തണം വരും. ഒപ്പം തന്നെ കൃത്യമായൊരു അജണ്ടയും തന്ത്രവും മെനഞ്ഞ് തന്നെ മുന്നോട്ട് പോകും. ചിതറിക്കിടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗുണപ്പെടില്ല, അതുകൊണ്ട് ആ തരത്തിലുള്ള നീക്കങ്ങളുണ്ടാവും. അതിനുമപ്പുറം ജയസാധ്യത കുറഞ്ഞ ഇടങ്ങളിലെ കൂടുതൽ ശ്രദ്ധ, അല്ലെങ്കിൽ ആ മേഖലകളിൽ പ്രത്യേക തന്ത്രം, ഇങ്ങനെ വ്യത്യസ്തമായ ആലോചനകളും നീക്കങ്ങളുമാണ് UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആലോചന നടക്കാൻ പോകുന്നത് ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന ഒരു പാർട്ടി കോൺക്ലേവാണ്. അതായത് വരുന്ന ജനുവരിയിൽ വയനാട്ടിൽ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി കോൺക്ലേവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സമാനമായി ഇതേ വയനാട്ടിൽ തന്നെ ഒരു പാർട്ടി കോൺക്ലേവ് പ്രഖ്യാപിച്ച് കോൺഗ്രസ് നടത്തിയ ആലോചനകൾ സംഘടനാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും മുന്നണി തലത്തിലുമൊക്കെ അവർക്ക് ഏറെ നേട്ടമുണ്ടാക്കാനായി എന്നതാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഈ തദ്ദേശ വിജയം, അതിൻ്റെ തുടർ ആലോചനകളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതിന് അവർ വയനാട്ടിലൊരു പാർട്ടി കോൺക്ലേവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പാർട്ടി കോൺക്ലേവിൽ ഈ തന്ത്രങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നയിക്കേണ്ടത് സംബന്ധിച്ച ഈ റോളുകളൊക്കെ നിശ്ചയിക്കുകയൊക്കെ ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ട നീക്കം. ഒപ്പം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് തങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസത്തിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല തന്നെയാണ് എന്ന ആയുധം കൂടി അവർ തിരിച്ചറിയുന്നു. സ്വാഭാവികമായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ അവർ മുഖ്യ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഒരു വലിയ ആയുധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. തങ്ങൾ ഉന്നയിച്ച ആ വിഷയങ്ങൾ തന്നെയാണ് ജനം ഏറ്റെടുത്തത്. അതുകൊണ്ട് സർക്കാരിനെതിരെ ഈ ദിവസങ്ങളിൽ ഉന്നയിക്കാൻ കഴിയുന്നത് ശബരിമല തന്നെയാണ്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അതേ തന്ത്രം തന്നെ നിയമസഭയിലേക്കും കൊണ്ടുവരും. ശബരിമല തന്നെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിൻ്റെ UDFിൻ്റെ നീക്കം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട പാരഡിഗാന വിവാദവും പാരഡിഗാനങ്ങളുമൊക്കെ ഇനിയും തെരഞ്ഞെടുപ്പ് വേദികളിൽ ആവർത്തിക്കപ്പെടും എന്നുകൂടിയാണ് അതിൻ്റെ ചുരുക്കമായി വരുന്നത് എന്നതാണ് സാഹചര്യം. അപ്പോൾ ഏറെ പണിയെടുക്കാതെ സാധ്യത ഉണ്ടാക്കാൻ കഴിയുന്നത് ശബരിമല എന്ന തിരിച്ചറിവ് കൂടി UDFിനുണ്ട്. മറ്റൊരു നീക്കം കോൺഗ്രസിലും UDFിലും പതിവ് തർക്കമാണ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഇത്തവണ നേരത്തെ പൂർത്തിയാക്കാനുള്ള തീരുമാനം. നോക്കൂ, ഇതിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ UDFിലും കോൺഗ്രസിലുമൊക്കെ എപ്പോഴും തർക്കമുണ്ടാവുന്ന വിഷയമാണ് ഈ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഉണ്ടാവുന്ന തർക്കങ്ങൾ. അത് മുന്നണിക്കകത്ത് സീറ്റ് വിഭജനം കിറാമുട്ടിയാവാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ എപ്പോഴും തർക്കമുണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ ആ തർക്കത്തിലേക്ക് പോകരുത്. പലപ്പോഴും ഇടതുമുന്നണിയും CPM നേതാക്കളും ഒക്കെ പറയുന്ന കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ അടി അത് പ്രകടമാവും എന്നതാണ്. പക്ഷേ ഇത്തവണ അടി ഉണ്ടാവരുത്, അത് ഏകീകര സ്വഭാവത്തോടെ മുന്നോട്ട് പോകണം. ആ നിർദ്ദേശം നേതാക്കൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. നേതൃതലത്തിൽ ആ തർക്കമുണ്ടാവാതിരിക്കണം. അതുകൊണ്ട് അത് വളരെ ജാഗ്രതയിൽ തന്നെ പോകാനാണ് നീക്കം. മുഖ്യമന്ത്രി ആരാവണം എന്ന വിവാദം പോലും ഉയർന്നു വരാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ അവർ നടത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സീറ്റ് വിഭജനം, ഓരോ കക്ഷികൾക്കുമുള്ള സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തിയാക്കും. അതിലൊരു തർക്കത്തിലേക്ക് പോകില്ല. ഈ ഭരണത്തിൽ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത മുന്നണിയിലെ മറ്റ് കക്ഷികളെയും കൂടി സ്വയം ബോധ്യപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് അവരുടെ ഒരു തന്ത്രം. ഒപ്പം സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പ്രഖ്യാപിക്കും. അതിപ്പോൾ തന്നെ ഏകദേശം ആലോചനകളിലേക്ക് കടക്കാനാണ് UDFിൻ്റെ നീക്കമുണ്ടായിരിക്കുന്നത്. അടുത്തതാണ് ഇവ നിർണായകമായൊരു തന്ത്രം.
മണ്ഡലങ്ങളെ 3ആയി തിരിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനാണ് UDF ഒരുങ്ങുന്നത്. എന്താണ് മണ്ഡലങ്ങളെ 3ആയി തിരിച്ചുള്ള നീക്കത്തിൻ്റെ കൂടി പ്രസക്തമാണ്. കാരണം ഈ മണ്ഡലങ്ങളെ 3ആയി തിരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത് മണ്ഡലങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ 3ആയി തിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അപ്പോൾ ഈ മണ്ഡലങ്ങളെ എങ്ങനെയാണ് 3ആയി തിരിക്കുക അതുകൂടി നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ നോക്കുക, ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ, അതായത് ഈ 3ആയി മണ്ഡലങ്ങളെ തിരിക്കുമ്പോൾ 3 വിഭാഗങ്ങളാണ്. ഒന്ന്, ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ, ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാവുന്ന സീറ്റുകൾ. ഈ 2 എണ്ണം നമുക്ക് പരിശോധിക്കാം. അതിൽ ഉറപ്പായും ജയിക്കുമെന്ന സീറ്റുകൾ എന്ന് പറയുന്നത് UDFിൻ്റെ പരമ്പരാഗത കോട്ടകളാണ്. അവർ സ്വാഭാവികമായും സാധ്യതയായി വിലയിരുത്തുന്ന കുറേ നിയമസഭാ സീറ്റുകളുണ്ട്. എറണാകുളം, മലപ്പുറം അടക്കമുള്ള അവരുടെ UDF കേന്ദ്രങ്ങളിലുള്ള UDFിൻ്റെ ഉറച്ചായ സീറ്റുകളുണ്ട്. ഏത് തരം തരംഗങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും മാറി അറിയാത്ത സീറ്റുകൾ. ആ സീറ്റുകളിൽ ഒന്ന് തിരിച്ചിരിക്കുന്നു. രണ്ടാമത്, ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാവുന്ന സീറ്റുകൾ. ഇതാണ് UDF കണക്കൂട്ടുന്ന മറ്റൊന്ന്. ശക്തമായ പ്രവർത്തനം നടത്തിയാൽ പിടിച്ചെടുക്കാം ഈ സീറ്റുകൾ. ഇങ്ങനെ കരുതുന്ന കുറേ സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾ ഉണ്ടാവും. അടുത്തതാണ് സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്ന മറ്റൊരു വിഭാഗങ്ങൾ കൂടിയുണ്ട്. അതായത് ഒന്ന്, സാധ്യത കൂടിയ ഉറപ്പായും ലഭിക്കുന്ന സീറ്റുകൾ. മറ്റൊന്ന്, ശക്തമായ മത്സരം നടത്തിയാൽ പിടിച്ചെടുക്കാവുന്നത്. 3, സാധ്യത കുറഞ്ഞ സീറ്റുകൾ. ഈ 3 തരത്തിലുള്ള സീറ്റുകളിൽ കേന്ദ്രീകരിച്ചും 3 തരത്തിലുള്ള പ്രചരണ തന്ത്രമാണ് ഇത്തവണ UDF ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നത്. കാരണം സാധ്യത കുറഞ്ഞയിടത്തും വിജയസാധ്യതയുള്ളിടത്തും ഒരേ തരത്തിലുള്ള പ്രചരണ രീതിയും തന്ത്രവും അല്ല ഇത്തവണ പയറ്റാൻ അവർ ഒരുങ്ങുന്നത്. മറിച്ച് സാധ്യത കുറഞ്ഞയിടത്ത് കൂടുതൽ വിഷയങ്ങളിലെ മറ്റു വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കടന്നാക്രമണം ഉണ്ടാവും. അതേസമയം സാധ്യത കൂടിയെടുത്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടാവും. നേരിയ മാർജിനിൽ പരാജയപ്പെട്ട ചിലയിടങ്ങളുണ്ട്. അതാണ് ഈ കൂടുതൽ പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റെന്ന് അവർ വിലയിരുത്തുന്ന ഇടങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ മറ്റൊരു തന്ത്രം. ഇതാണ് ഈ 3 തരത്തിൽ വിഭജിക്കപ്പെട്ട ഇടങ്ങളിലും വലിയ ജാഗ്രതയിലും നീക്കത്തിലും തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. UDFിൻ്റെ പ്രചരണ തന്ത്രങ്ങളും ആ തരത്തിൽ തന്നെയാണ് ആസൂത്രണം ചെയ്യപ്പെടുന്നത് എന്നതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആവേശം അവർക്കുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ആവേശം തന്നെയാണ് ഏറ്റവും വലിയ കരുത്തായി അവർക്ക് മുന്നിലുള്ളത്. എന്താണ് UDFിൻ്റെ ആലോചനകൾ? ഈ കരുത്തിൽ UDF എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പരിശോധിക്കാം. DV അരുൺ തുടരുന്നുണ്ട്. അരുൺ, UDFിൻ്റെ കോൺഗ്രസിൻ്റെ അവർക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. വലിയ ആഘോഷം, തദ്ദേശ ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാ നോക്കൂ, ഇന്ന് കൊച്ചിയിൽ UDF യോഗം ചേർന്ന് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് UDF വലിയ ആലോചനകളിലാണ്. എത്ര കണ്ട് മുന്നോട്ട് പോകാൻ ഈ ആലോചനകൾക്കൊപ്പം അവർക്ക് കഴിയുന്നുണ്ട്? ഈ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമാകുമോ? ഇതൊരു തദ്ദേശപ്പോരിലെ സാഹചര്യത്തിനപ്പുറം നിയമസഭയിലേക്ക് കൊണ്ടുവരിക എത്ര കണ്ട് വെല്ലുവിളിയാണ് UDFിനുണ്ടാക്കിയത്? വെല്ലുവിളിയാണെന്ന് UDF നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ വലിയ പ്രതീക്ഷ അവർക്ക്, കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവർക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് വിചാരിച്ചതുപോലെ അദ്ദേഹം പുറത്തു പറഞ്ഞത്, പലപ്പോഴും അദ്ദേഹം അഭിമുഖങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലുമൊക്കെ പറഞ്ഞതുപോലെ 4 കോർപ്പറേഷനുകൾ പിടിക്കും. അതുപോലെ ബാക്കിയുള്ളിടത്ത് നിർണായക ശക്തിയായി മാറും. പകുതിയെങ്കിലും ജില്ലാ പഞ്ചായത്തുകൾ തങ്ങൾ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ VD സതീശൻ്റെ പ്രതീക്ഷകൾ, അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി എങ്കിലും ഏറെക്കുറെ പൂർണ്ണമായി നടപ്പിലായ ഒരു ഫലമാണ്, അല്ലെങ്കിൽ ശരിവെച്ച ഒരു ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. മാത്രമല്ല സാമുദായിക ഘടകങ്ങൾ വളരെ കൃത്യമായി തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലും UDF ക്യാമ്പിനുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും ബന്ധമൊക്കെ വർഗീയ ബന്ധം ആരോപിച്ചുകൊണ്ട് CPM ഒക്കെ എതിർക്കുന്നെങ്കിൽ പോലും ആ എതിർക്കാൻ കാരണം തന്നെ അത്തരം വോട്ടുകൾ പലയിടങ്ങളിലും, ഒരുപക്ഷെ ഇവർക്കൊന്നും സ്വന്തമായി മത്സരം ജയിക്കാൻ കഴിയുന്ന ശക്തിയുള്ള സംഘടനകളോ പാർട്ടികളോ ആയിരിക്കില്ല. പക്ഷേ പല മണ്ഡലങ്ങളിലും, നിരവധി മണ്ഡലങ്ങളിൽ മുന്നണികളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ തക്ക സ്വാധീനം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ തന്നെ SDPയ്ക്കും ഒക്കെ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ക്രൈസ്തവ സഭകൾ CPMുമായി ഒക്കെ ഇടതുമുന്നണി അടുത്ത് വന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കുറേ അടുത്ത് വന്നിരുന്നു. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എം വന്നതും അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവിടെ അടുപ്പം കുറയുകയും അകലം കൂടുകയും ചെയ്തിരിക്കുന്നു ഇടതുപക്ഷത്തോട്. ന്യൂനപക്ഷങ്ങളും കൂടുതലായി ഈ SDPയ്ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അപ്പുറമുള്ള മതേതര വിശ്വാസികളായ എന്ന് CPM കണക്കാക്കുന്ന ന്യൂനപക്ഷങ്ങൾ കൂടി മുന്നണിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അത്തരം ചില ഘടകങ്ങൾ കോൺഗ്രസ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മറ്റൊന്ന്, തുടർഭരണമുണ്ടാക്കുന്ന സ്വാഭാവികമായ എതിർവികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം
ശക്തിയായി തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ശബരിമല പോലുള്ള വീണുകിട്ടിയ അവസരങ്ങൾ, വീണുകിട്ടിയ വിഷയങ്ങൾ, ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് കോൺഗ്രസ് വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് UDF കോൺഗ്രസും പോയിരിക്കുന്നത്. ഈ ഒരു ടെമ്പോ നിലനിർത്താനായി ഇത്രനാൾ പൊതുവിലുള്ള ചർച്ച പോലും കോൺഗ്രസിന് UDFന് തിരിച്ചു വരാൻ കഴിയില്ല, വലിയ പ്രശ്നങ്ങളുള്ള പാർട്ടിയാണ്, മുന്നണിയാണ്, തമ്മിലടിയാണ്, അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു ബോധ്യം ഉണ്ടാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപകരിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ഊർജ്ജത്തിലാകും കോൺഗ്രസ് മുന്നോട്ട് പോവുക. അവർക്ക് അനായാസം ജയിച്ചു വരാവുന്ന മണ്ഡലങ്ങളുണ്ട്, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ, എറണാകുളത്ത് വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, നേരത്തെ സൈത്ത് റിപ്പോർട്ട് ഇതുപോലെ തന്നെയാണത്, ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്കൊപ്പം വരുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഈ മണ്ഡലങ്ങളെ കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള, അവരുടെ അങ്ങനെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ഒരു മേൽക്കൈ നൽകി. പലയിടങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും, അനിലക്കരെ പോലുള്ള നേതാക്കളൊക്കെ താഴേക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ, ശബരിനാഥൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോഴൊക്കെ നെറ്റി ചുളിച്ചവരുണ്ട്. പക്ഷേ അതൊക്കെ ഗുണം ചെയ്യുന്നവർക്കായിരുന്നു. അത്തരം ചില സർപ്രൈസുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് UDF ഒരു തിരിച്ചുവരവെന്ന സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ എപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണ്ണയവും മുന്നണിയിലെ സീറ്റ് ഉപയോഗവും ഒക്കെ വലിയ ചർച്ചയായും തമിഴടിയുമായി മാറാറുണ്ട് UDFന്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് വളരെ നേരത്തെ പറയുമ്പോൾ അത്ര നേരത്തെ എന്ന് പറയാൻ പറ്റുമോ എന്ന കാര്യം സംശയമുണ്ട്. കാരണം ഇനി ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കോൺഗ്രസും ഒക്കെ അതിൻ്റെ ഭാഗമായി അവർ കുറച്ചുകൂടി നേരത്തെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അതിനുശേഷം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട്, നിലമ്പൂർ ഒക്കെ അത്തരത്തിൽ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ആ ഒരു മാതൃക വലിയ രീതിയിൽ ഗുണം ചെയ്തു, ആ ഒരു ഇടപെടൽ ഗുണം ചെയ്തു. ആ ഒരു മാതൃക പിന്തുടരാൻ തന്നെയാകും കോൺഗ്രസ് ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായാണ് ഈ കോൺക്ലേവും മറ്റ് ചർച്ചകളിലേക്കുമൊക്കെ UDF കടക്കുന്നത്. വളരെ വേഗത്തിൽ ഒരുപക്ഷെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെങ്കിലും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങാനുള്ള ഒരു ശ്രമമാണ് UDF നടത്തുന്നത്. വലിയ പ്രതീക്ഷകളോട് തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്നത്. എന്തായാലും പതിവ് രീതികളും ശൈലിയുമല്ല ഇത്തവണ കോൺഗ്രസിനും UDFനും. വലിയ തിരുത്തലുകളുണ്ട്. വേഗത്തിൽ ഒരുങ്ങുക, ആദ്യം പ്രഖ്യാപിക്കുക, ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടൽ, ഇതൊക്കെ കോൺഗ്രസിൽ പൊതുവിൽ പ്രകടമാണ്.